നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ ഒരു സിറ്റുവേഷനിൽ മിണ്ടാതിരിക്കുന്നത് പ്രശ്നമാണ്. അവർ തമ്മിൽ ഡേറ്റ് ചെയ്യുകയാണെന്ന് പറയുകയാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ജീവൻ അങ്ങനെ പറയുന്നത്. പക്ഷെ പ്രശ്നങ്ങൾ അവിടെ തുടങ്ങുകയാണെന്ന് അവൾ അറിയുന്നില്ല. കൊളീഗ്സിനാണെങ്കിൽ അവരെന്നു മുതലാണ് ഡേറ്റ് ചെയ്ത് തുടങ്ങിയത്, എന്നാണ് കല്യാണം എന്നൊക്കെയാണ് അറിയേണ്ടത്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിസ്റ്റോയി അങ്ങോട്ടേക്ക് വന്ന് അവളെ വിളിച്ചുകൊണ്ട് പോകും. എന്തിനാണ് ആ പ്രശ്നത്തിന്റെ ഇടയ്ക്ക് ഇയാളും കൂടി ചെന്നിട്ട് ഇതൊക്കെ പറഞ്ഞത്, ഇയാൾക്ക് അത് നെഗറ്റീവായിട്ട് വരുന്ന അറിയത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ടേ നിങ്ങളെ രണ്ടുപേരെയും ആവശ്യമില്ലാതെ ഇങ്ങനെ കുറ്റം പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല എന്നാണ് ജിയൂൺ പറയുന്നത്. പക്ഷെ അതൊരു മണ്ടത്തരമായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആളുകൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. ഒരു കാരണവശാലും അവരെന്ത് പറഞ്ഞാലും തളർന്നു പോകത്തില്ല എന്ന് ഇയാൾ സ്വയം തീരുമാനിക്കണം എന്നൊക്കെ പറഞ്ഞ് അവളെ എൻകറേജ് ചെയ്യുന്ന രീതിക്ക് സംസാരിച്ചിട്ടാണ് മിസ്റ്റോയി പോകുന്നത്. അവരുടെ ടീമിൽ നാരിക്ക് മാത്രമേ അവരുടെ റിലേഷൻ അറിയാതിരുന്നുള്ളൂ എന്ന് നാരിക്ക് പിന്നീട് മനസ്സിലാവും. ജൂൺ അന്നേരം അവരുടെ ബാച്ച്മേറ്റ്സിൻ്റെ അടുത്ത് നിന്ന് ഒരു കോള് വരും. അന്ന് അവർ ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ജിയൂണിൻ്റെ അടുത്ത് പറയണ്ട, ഇനിയിപ്പോൾ ജിയൂൺ വരുവാണെങ്കിൽ കാര്യങ്ങൾ ഓക്വേർഡ് ആവും, ബോസിന്റെ ഗേൾ ഫ്രണ്ട് അല്ലേ എന്നാണ് അവനോട് പറയുന്നത്. ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലെ ഹെഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിയൂണും സിവും കൂടിയാണ് ഇത്തവണ പോകുന്നത്. ഇപ്രാവശ്യം അവർക്ക് പ്രത്യേകമായ സോൺ അനുവദിക്കുന്ന കൂട്ട് തന്നെ കോമ്പറ്റീറ്റേഴ്സിനും സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ സമ്മതിക്കും. അങ്ങനെ അവരുടെ പുതിയ പ്രോഡക്റ്റ് ഡിസ്പ്ലേയുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും. നിങ്ങൾ എനിക്ക് റെസിപ്റ്റ് തന്ന കാര്യം ആരോടും പറയരുതെന്ന് മാനേജർ കോ ആരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നോ അങ്ങോട്ടേക്ക് വരുന്നത്. ഇയാൾക്ക് ഒരു കാര്യവും വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് അറിയത്തില്ല എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഇനി ഇയാൾക്ക് ചാൻസ് ഒന്നും തരാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എന്നെ ഇനി വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോകുന്നത്. ഫ്രണ്ട്സ് എല്ലാം കൂടി ഒത്തുകൂടുമ്പോൾ ക്യാങ്ങിലെപ്പനെ ഒരാളെ നീ ആണെങ്കിൽ ഡേറ്റ് ചെയ്യുമെന്ന് കൊളീഗ്സ് കൂടുതലുള്ള പെൺകുട്ടി എടുത്ത് ചോദിക്കും. ക്യാങ്ങിന് എന്താണ് പ്രശ്നം, ഞാനാണെങ്കിലും ഡേറ്റ് ചെയ്യും, ഡിവോഴ്സ് കഴിഞ്ഞാണെന്ന് മാത്രമല്ലേ ഒരു ഫ്ലോ ആയിട്ട് എല്ലാവരും പറയുന്നുള്ളൂ, വേറെ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് അവൾ തിരിച്ചു ചോദിക്കും. ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജിയൂൺ ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നോ എന്ന് ഒരാൾ സംശയം പറയുന്നുണ്ടേ. ഇവ കാര്യങ്ങളൊന്നും ഹൈഡ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ക്യാങ് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ജൂൺ അപ്പം മറുപടി കൊടുക്കും. അന്നേരം ജിയൂൺ അങ്ങോട്ടേക്ക് വരും. വിളിക്കരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ ആരാണ് പറഞ്ഞതെന്ന് ആ പെൺകുട്ടിയുടെ അടുത്തും ജൂണിന്റെ അടുത്തും അവർ ചോദിക്കുമ്പോൾ രണ്ടുപേരും അവളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി മൂന്ന് പേർക്കുമായിരുന്നു ആ ഒരു ഓക്വേർഡ്നെസ് ഉണ്ടായിരുന്നത്. നിങ്ങൾ എന്തിനാണ് എന്നെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചതെന്ന് ജൂൺ ചോദിക്കുന്നുണ്ടേ. നമ്മൾ യൂഷ്വലി നമ്മുടെ ബോസിനെ കുറ്റം പറയാനായിട്ടാണ് ഇവിടെ കൂടുന്നത്. ഇപ്പൊ ബോസിന്റെ ഗേൾഫ്രണ്ട് ആയ നിന്നെയും കൂടി വിളിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് അതിലൊരാൾ പറയും. നിങ്ങളുടെ ബോസ് അല്ലല്ലോ എന്റെ ബോസ്, പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് അവൾ തിരിച്ചു ചോദിക്കും. അതുകൊണ്ട് ഇനി മുതൽ എന്നെ പഴയതുപോലെ കണ്ടാൽ മതി, ഈ ഒരു റിലേഷൻ വന്നതുകൊണ്ട് എനിക്ക് വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് അവൾ അവരോട് പറയും. പുതിയ പ്രോഡക്ട്സിന്റെ ഡിസ്പ്ലേയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യുന്നത് ജിയൂണാണ്. എന്നാൽ മറ്റുള്ള കമ്പനീസിന്റെ കൂടെ അവരുടെയും പുതിയ പ്രോഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യുന്നതിനെ കുറിച്ച് ആർക്കും അത്ര നല്ല അഭിപ്രായമല്ല. പലർക്കും അതിൽ എതിർപ്പുണ്ട്. അവരത് പരസ്യമായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു ഐഡിയയ്ക്ക് എങ്ങനെയാണ് ക്യാങ് അപ്രൂവൽ കൊടുത്തതെന്ന് നോ അവനോട് നേരിട്ട് ചോദിക്കും. ഇയാളുടെ ഗേൾഫ്രണ്ട് ആയതുകൊണ്ട് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുത്തതല്ല എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റുമോ? ഇതിനു മുമ്പുള്ള പ്രോഡക്റ്റിന്റെ പ്രസന്റേഷനും ജിയൂണാണ് ചെയ്തത്. അതെല്ലാം ജിയൂണിന്റെ തന്നെ ഐഡിയ ആണെന്ന് എന്താണ് ഉറപ്പ്? ഇയാളുടെ ഐഡിയാസ് ജിയൂണിന്റേതാണെന്നുള്ള രീതിക്ക് പ്രസന്റ് ചെയ്തതല്ലാന്ന് ഞങ്ങൾക്ക് ഉറപ്പൊന്നുമില്ലല്ലോ എന്നൊക്കെ നോ ചോദിക്കും. മീറ്റിംഗിന് വന്ന കൂടുതൽ എക്സിക്യൂട്ടീവ്സും നോയെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് ഹാനിന് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു ഐഡിയ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, മറ്റൊരു പ്രപ്പോസലായിട്ട് വരാൻ വേണ്ടിയിട്ട് അവര് രണ്ടുപേരോടുമായിട്ട് പറയും. ഞാൻ കാരണമാണ് ഇയാൾക്ക് ഇതൊക്കെ കേൾക്കേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ട് ക്യാങ് വന്നിട്ട് ജിയൂണിന്റെ അടുത്ത് അപ്പോളജൈസ് ചെയ്യും. എന്നാൽ എപ്പോഴും തുടർന്ന് പോകുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കിനും എതിർപ്പ് സ്വാഭാവികമാണ്. എങ്കിലും അത് അവരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയില്ല എന്നുള്ളത് എന്റെ പരാജയമാണ്, ഞാൻ തന്നെ അതിന് വേറെ എന്തെങ്കിലും വഴി കണ്ടെത്തിക്കോളാം എന്ന് അവൾ അവനെ ആശ്വസിപ്പിക്കും. ജയിന്റെ സ്റ്റുഡിയോയിലേക്ക് നോവ വരും. അവൻ വർക്ക് ചെയ്യുന്നതൊക്കെ നോക്കി മനസ്സിലാക്കും. അവൻ ലാസ്റ്റ് മിക്സ് ചെയ്ത സോങ് ഒക്കെ അവളെ കേൾപ്പിച്ചു കൊടുക്കും. എനിക്ക് വിദേശത്തേക്ക് പഠിക്കാൻ പോകാൻ ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യുമെന്ന് അവൾ അന്നേരം ജയിന്റെ അടുത്ത് ചോദിക്കും. ഇയാളെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് എവിടെ പോയാലും ഇയാളുടെ കൂടെ ഞാനും വരും, ഞാൻ ഗ്രാജുവേഷൻ കഴിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നാണ് അവൻ പറയുന്നത്. അതിന് മുമ്പേ എനിക്ക് പോകേണ്ടി വന്നാലോ എന്ന് അവൾ ചോദിക്കുമ്പോൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മൾ നല്ല സമയം കളയുന്നതെന്ന് ചോദിച്ച് അവനത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അവൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് നോവയും ശരിക്കും അവനോട് പറയുന്നില്ല. ജെയിൻ ആണെങ്കിൽ അവൾക്ക് മാജിക് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. റെസിപ്റ്റ് എങ്ങനെയാണ് ലീക്ക് ആയെന്ന് കണ്ടുപിടിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ല, അയാളുടെ കയ്യിൽ നിന്ന് മാറി വെച്ച് പോയതാണെന്നാണ് ഓഡിറ്റിലെ ആള് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് HR ആള് ക്യാങ്ങിനെ വിളിച്ചിട്ട് പറയും. അത് പറയാൻ വേണ്ടിയിട്ടല്ല അയാൾ ശരിക്കും വിളിപ്പിച്ചത്. ക്യാങ്ങിനെതിരെ ആരോ ഒഫീഷ്യലായിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ജിയൂണിനെ പ്രൊമോഷന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തത് ക്യാങ്ങിന്റെ ഗേൾഫ്രണ്ട് ആയതുകൊണ്ടാണ്, സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടിയതുകൊണ്ടാണ്, പെർഫോമൻസ് ഇവാലുവേഷനും അങ്ങനെയാണ് മാർക്ക് കൂടുതൽ കിട്ടിയതെന്നൊക്കെയാണ് കംപ്ലൈന്റിൽ പറഞ്ഞേക്കുന്നത്. ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ക്യാങ് പറയും.
പെർഫോമൻസ് ഇവാലുവേഷൻ സമയത്ത് ഞങ്ങൾ തമ്മിൽ റിലേഷനിൽ പോലും അല്ലായിരുന്നു. ഞങ്ങളുടെ റിലേഷൻ ഇവാലുവേഷൻ ഒരു രീതിക്കും ബാധിച്ചിട്ടില്ല. അവൾ കേപ്പബിൾ ആയതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ അവളെ ഏൽപ്പിച്ചതെന്നെല്ലാം ക്യാങ് പറയുന്നുണ്ടെങ്കിലും HR-ന് അത് പൂർണ്ണമായിട്ട് വിശ്വാസമാകുന്നില്ല. പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ചോയും HR-നെ കാണാനായിട്ട് വരും. ഡിസൈൻ ഡെവലപ്പ് ചെയ്ത സമയത്ത് ജിയൂൺ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് ഞാൻ മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനർത്ഥം ഞാനും ജിയൂണിന്റെ അടുത്ത് ഫേവർ കാണിച്ചു എന്നാണ്. നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കംപ്ലയിൻസിനൊക്കെ ഇത്രയും ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുന്നത്? ജിയൂൺ നല്ലൊരു എംപ്ലോയി ആണ്, കഴിവുള്ള കുട്ടിയാണ്, നമ്മുടെ കമ്പനിക്ക് ഒരു അസറ്റ് ആണ്. അങ്ങനെ ഒരാളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുകയാണ് വേണ്ടുന്നതെന്ന് ചോയും HR-നോട് പറയും. ഒഫീഷ്യൽ കംപ്ലൈന്റും കൂടെ പോയിട്ടുണ്ടെന്ന് അറിയുമ്പോഴത്തേക്കിനും നോയും 2 എക്സിക്യൂട്ടീവ്സും കൂടെ പ്രസിഡന്റ് ഹാനിനെ കാണാനായിട്ട് വരും. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ക്യാങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പാടില്ല, എന്തെങ്കിലും ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് കമ്പനിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അതുകൊണ്ട് ടാസ്ക് ഫോഴ്സിന്റെ ടീം ലീഡർ എന്നുള്ള സ്ഥാനത്ത് നിന്ന് ക്യാങ്ങിനെ മാറ്റണം എന്നാണ് നോ പറയുന്നത്. അയാളുടെ ഉദ്ദേശം എന്താണെന്ന് പ്രസിഡന്റ് ഹാനിന് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും അന്വേഷണം നടക്കുകയല്ലേ, എല്ലാം കഴിയട്ടെ, റിപ്പോർട്ട് വന്നതിന് ശേഷം എന്ത് വേണമെന്ന് തീരുമാനിക്കാമെന്ന് അവർ പറയും. പ്രസിഡന്റ് ക്യാങ്ങിനെ വിളിപ്പിക്കുമ്പോൾ അവൻ അപ്പോളജൈസ് ചെയ്യും. ഇത് ഇത്രയും പ്രശ്നം ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ജിയൂണിന്റെ സ്പെഷ്യൽ പ്രൊമോഷൻ ക്യാൻസൽ ചെയ്യാം, തൽക്കാലം അതേ നടക്കത്തുള്ളൂ. പ്രോഡക്റ്റിന്റെ ലോഞ്ചിന് ശേഷം ജിയൂണിനെ മറ്റൊരു ബ്രാഞ്ചിലേക്ക് മാറ്റുകയും ചെയ്യാം. നിന്നെ എനിക്ക് ഇവിടുന്ന് നഷ്ടപ്പെടാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ മാർഗം എന്നാണ് പ്രസിഡന്റ് ക്യാങ്ങിനോട് പറയുന്നത്. നാരി പറഞ്ഞാണ് ജിയൂൺ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അവർക്ക് ഓഫീസിൽ വെച്ചിട്ട് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ വൈകിട്ട് ഫ്രണ്ടിന്റെ കഫേയിൽ മീറ്റ് ചെയ്യും. എനിക്ക് ഒരുപാട് ഐഡിയാസ് ഇനിയും ചെയ്യണം എന്നുണ്ട്, അതൊക്കെ ക്യാങ്ങിന്റെ കൂടെ ടാസ്ക് ഫോഴ്സിൽ നിന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നാണ് ആഗ്രഹം. ഇന്ന് കേട്ടതിനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ കേൾക്കുകയും ഫേസ് ചെയ്യുകയും വേണ്ടി വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇനി മുതൽ ഓഫീസിൽ വെച്ച് ഞാനൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുമെന്ന് ജിയൂൺ ക്യാങ്ങിന്റെ അടുത്ത് പറയുമ്പോൾ അവന് അപ്പോളജൈസ് ചെയ്യാൻ മാത്രമേ പറ്റുന്നുള്ളൂ. പിറ്റേ ദിവസം സ്പെഷ്യൽ പ്രൊമോഷൻ കിട്ടിയ ആളുകളുടെ ലിസ്റ്റ് വരും. ജൂണിന്റെ പേരുണ്ട്, അവന് സീനിയർ അസോസിയേറ്റ് ആയിട്ട് പ്രൊമോഷൻ കിട്ടും. പക്ഷെ അതിൽ ജിയൂണിന്റെ പേരില്ല. എന്തുകൊണ്ടാണ് തലേ ദിവസം ക്യാങ് അവളോട് അപ്പോളജൈസ് ചെയ്തതെന്ന് അന്നേരമാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആവേശത്തിലെ ജിയൂൺ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ മാനേജർക്കോ അങ്ങോട്ടേക്ക് വന്ന് അവളെ കളിയാക്കി സംസാരിക്കും. എന്തുപറ്റി, വിചാരിച്ച പ്രൊമോഷൻ കിട്ടിയില്ലേ? ഞാൻ അന്നേ പറഞ്ഞാണ് എന്റെ ടീമിൽ നിന്ന് പോകരുതെന്ന്, ഇപ്പൊ എന്തായി എന്നൊക്കെ ചോദിക്കും. ഈ വിഷമം ഞാനങ്ങ് സഹിച്ചു. ഇയാളുടെ ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അനുഭവിച്ച അത്ര വിഷമമൊന്നും ഇതെനിക്ക് തന്നിട്ടില്ല എന്ന് അവൾ തിരിച്ചു പറയും. നിങ്ങൾ മറ്റുള്ളവരുടെ ഐഡിയാസ് മോഷ്ടിച്ച് അത് സ്വന്തം ഐഡിയ എന്നുള്ള രീതിക്ക് എക്സിക്യൂട്ടീവ്സിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുകയും അതിന് അപ്രിസിയേഷൻ വാങ്ങുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ബോസ് നിങ്ങളാണെന്ന് അവൾ പറയുന്ന കേൾക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം വരും. ശിവന്റെ ഗേൾഫ്രണ്ട് ആയ പിന്നെ എല്ലാം എളുപ്പമാണെന്ന് നീ വിചാരിച്ചു, അത് അങ്ങനെയല്ല ഇപ്പൊ മനസ്സിലായല്ലോ. അങ്ങനെ നിനക്ക് എളുപ്പത്തിൽ പ്രൊമോഷൻ കിട്ടും, അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് റിവ്യൂ കിട്ടും എന്നൊക്കെ വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആണെന്നുള്ള രീതിക്ക് അവളെ മോശമാക്കിയും അയാൾ സംസാരിക്കും. എന്നിട്ട് അവളോട് അപ്പോളജൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും, അയാൾ വേഴ്സ്റ്റ് ബോസ് ആണെന്ന് പറഞ്ഞതിന്. നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഹരാസ്മെന്റ് ആണെന്ന് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ പോവാണെന്ന് അവൾ പറയുന്ന കേൾക്കുമ്പോൾ അയാൾ ദേഷ്യം സഹിക്കാൻ വയ്യാതെ കുടിച്ചോണ്ടിരുന്ന കോഫി ബാക്കി അവളുടെ കാലിലേക്ക് ഒഴിക്കും. അതുകൊണ്ട് ഓഫീസിൽ നിന്ന് എല്ലാവരും അവളുടെ അടുത്തേക്ക് വരും. നാരി നോവേ വന്ന് അവളെ ഹെൽപ്പ് ചെയ്യാൻ പോകുമ്പോൾ മാറി നിൽക്കാനായിട്ട് അയാൾ ഷൗട്ട് ചെയ്യും. ദേഷ്യത്തിൽ കപ്പും കൂടി അവളുടെ നേർക്ക് വലിച്ചെറിയാനായിട്ട് തുടങ്ങുന്നതുകൊണ്ടാണ് എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചിട്ട് ക്യാങ് അങ്ങോട്ടേക്ക് വരുന്നത്. നിന്റെ ഗേൾഫ്രണ്ടിനെ പറഞ്ഞപ്പോൾ നിനക്ക് സഹിക്കുന്നില്ല എന്നാണ് അയാൾ തിരിച്ചു ചോദിക്കുന്നത്. നിങ്ങളുടെ അഴിമതി കണ്ടുപിടിച്ച് അത് റിപ്പോർട്ട് ചെയ്തതിന് നിങ്ങളുടെ ടീമിൽ നിന്ന് നിങ്ങൾ എന്നെ പുറത്താക്കി, അതിനുശേഷം എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ഒരു പരിധി വരെ ടോളറേറ്റ് ചെയ്യും, പക്ഷേ എന്റെ ടീം മെമ്പേഴ്സിനെ ഹരാസ് ചെയ്യുന്നത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കത്തില്ല എന്ന് ക്യാങ് അയാളോട് പറഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് നാളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഗോൾഫ് കളിക്കാൻ പോകുന്നത് എന്തിനാണെന്ന് ഞാൻ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയും. അത് കേൾക്കുമ്പോൾ അയാളൊന്ന് പേടിക്കും. നിന്റെ കയ്യിൽ പ്രൂഫ് ഒന്നും ഇല്ലല്ലോ എന്ന് അയാൾ തിരിച്ചു ചോദിക്കുന്നുണ്ടെങ്കിലും പ്രൂഫ് ഇല്ലെങ്കിൽ ഞാൻ ഫാബ്രിക്കേറ്റ് ചെയ്തോളാം, എന്റെ അഫയർ സ്റ്റോറി നിങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് കൂട്ടുമെന്ന് ക്യാങ് എല്ലാവരും കേൾക്കെ പറയും. ആരാണ് ആ റൂമർ സ്പ്രെഡ് ചെയ്തതെന്ന് ഓഫീസിൽ എല്ലാവരും കേൾക്കുകയും എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. അത് മാനേജർ കോയ്ക്ക് ആകെ നാണക്കേടായി പോകും. കാര്യങ്ങളൊക്കെ എത്ര അൺഫെയർ ആണ്, ഒരു റിലേഷൻഷിപ്പ് പബ്ലിക് ആയി എന്ന് വിചാരിച്ചിട്ട് ഇതിന് മാത്രമൊക്കെ സഹിക്കേണ്ടി വരുമെന്ന് അറിയത്തില്ലായിരുന്നു എന്നൊക്കെ ജിയൂൺ ക്യാങ്ങിൻ്റെ അടുത്ത് പരാതി പറയും. പ്രൊമോഷൻ്റെ കാര്യം എനിക്ക് പ്രശ്നമില്ല, അടുത്ത പ്രാവശ്യം വീണ്ടും നോക്കാം, അതുകൊണ്ട് ഗിൽറ്റി ഫീലിംഗ് ഒക്കെ മാറ്റി വെച്ചിട്ട് എന്നോട് അപ്പോളജൈസ് ചെയ്യുന്നത് നിർത്തണമെന്ന് ക്യാങ്ങിനോട് അവൾ ആവശ്യപ്പെടും. ജിയൂണിൻ്റെ അടുത്ത് മാനേജർക്കോ മോശമായിട്ട് സംസാരിക്കുന്നതൊക്കെ ജൂൺ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ കുറെ നേരം നോക്കി നിന്നിട്ട് നോവയ്ക്ക് ദേഷ്യം വരും. അവൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ചിട്ട് അന്ന് രാത്രി എല്ലാവരും പോയി കഴിയുമ്പോൾ ആർക്കോ മെയിൽ അയക്കും. കസ്റ്റമൈസ്ഡ് സോൺ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പോപ്പപ്പ് സ്റ്റോർ ആയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് പ്രപ്പോസല് ജിയൂൺ പ്രസിഡന്റ് ഹാനിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യും. അവർക്കത് ഇഷ്ടപ്പെടും. നേരത്തെ ഇയാൾ സബ്മിറ്റ് ചെയ്തത് നല്ലൊരു ആശയമായിരുന്നു, പക്ഷെ കൂടുതൽ പേരും അതിൽ എതിർപ്പ് കാണിച്ചു. അത് ഒന്നും ആകാതെ പോയതിൽ ഇയാൾക്ക് സങ്കടമില്ല. ഞാനായിരുന്നെങ്കിൽ
അവിടെ വെച്ചിട്ട് അത് നിർത്തിയിട്ട് പോയേനെന്ന് ഹാൻ പറയുമ്പോൾ അടുത്ത പ്രാവശ്യം അങ്ങനെ ഒരു അവസരം വരുമ്പോൾ ഞാൻ അവരെ കൺവിൻസ് ചെയ്യുന്ന രീതിക്ക് പ്രസന്റ് ചെയ്യാമെന്നാണ് അവൾ പറയുന്നത്. എന്തായാലും ഈ പ്രപ്പോസൽ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഹാൻ അവൾക്ക് അപ്രൂവൽ കൊടുക്കും. അവൾ പോയി കഴിയുമ്പോൾ ഇത്രയും നല്ലൊരു എംപ്ലോയിയെ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് അവർ മനസ്സിൽ വിചാരിക്കും. പിറ്റേ ദിവസം HR ടീം വന്ന് മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ മാനേജർ കോയ്ക്കെതിരെ ആരോ ഒഫീഷ്യലായിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കംപ്ലൈന്റ് ആണ്. അതിന്റെ കൂട്ടത്തിൽ ഒരു വോയിസ് റെക്കോർഡിംഗും ഉണ്ട്. രണ്ടാമത്തെ വോയിസ് റെക്കോർഡിംഗ് തലേ ദിവസം ജിയൂണിനെതിരെ അയാൾ മോശമായിട്ട് സംസാരിച്ചതാണ്. നോക്കുമ്പോൾ കോയുടെ ടീമിൽ നിന്ന് നോവയാണ് അത് അയച്ചേക്കുന്നത്. തെളിവോടുകൂടി ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കംപ്ലൈന്റ് കിട്ടിയത് കൊണ്ട് അവർക്ക് അത് അന്വേഷിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കോയെ വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ട് HR ഹെഡ് ഒരു എംപ്ലോയിയുടെ അടുത്ത് പറയും. വിവരം അറിഞ്ഞ മാനേജർ കോ ദേഷ്യത്തിൽ ചാടി വന്ന് നോയെടുത്ത് ചോദിക്കും, ഇയാളായിരുന്നു ഇതിന് പിന്നിലെന്ന്. കംപ്ലൈന്റ് ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്തതിന്റെ കാര്യമാണെങ്കിൽ ഞാൻ തന്നെയാണ് നിങ്ങൾക്കെതിരെ പരാതി കൊടുത്തതെന്ന് എല്ലാവരും കേൾക്കാൻ അവൾ സമ്മതിക്കും. അന്നേരമാണ് കൊളീഗ്സ് ഒക്കെ അതിനെപ്പറ്റി അറിയുന്നത്. അയാള് അതിനെ ന്യായീകരിച്ച് സംസാരിക്കാൻ ശ്രമിക്കും. പക്ഷെ ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. അയാൾ എല്ലായിടത്തും എപ്പോഴും ദേഷ്യത്തിലാണല്ലോ പറയുന്നത്. അവളെ മോശമൊക്കെയൊക്കെ സംസാരിക്കും. ഇതെല്ലാം വേറൊരാള് വീണ്ടും റെക്കോർഡ് ചെയ്യും. ഇത് ശരിയല്ല എന്നൊക്കെ പോയി പറയാനായിട്ട് പറയുമ്പോഴത്തേക്കിനും അത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളും തിരിച്ചു പറയും. ഇതൊക്കെ ചെയ്തിട്ട് നിനക്ക് എൻ്റെ കൂടെ മനസ്സമാനത്തോടെ ജോലി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ടേ. ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ജോലി ചെയ്യാനൊന്നും പോകുന്നില്ല, ഞാൻ ടാലന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ജർമ്മനിയിലേക്ക് പോവുകയാണെന്ന് അവൾ പറയും. അവൾ അതിനെ അപ്ലൈ ചെയ്തു കിട്ടിയെന്നൊക്കെ അന്നേരമാണ് എല്ലാവരും അറിയുന്നത്. ഡെവലപ്മെന്റ് ടീമിലെ ആള് ജിയൂണിനെ കാണാനായിട്ട് വരും. ഫ്യൂച്ചർ ടെക് ഡെവലപ്മെന്റ് ടീമിന്റെ ഹെഡാകാനായിട്ട് പോവുകയാണ് അയാൾ. അതുകൊണ്ട് തന്നെ ടീമിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നാണ് ജിയൂണിന്റെ അടുത്ത് ചോദിക്കുന്നത്. അവൾ ഇത്രയും നാളെ പ്ലാനിങ് ടീമിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഡെവലപ്മെന്റ് ടീമുമായിട്ട് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ജിയൂണാണ്. അപ്പോൾ രണ്ട് ടീമിനെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അവൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ടീമിൽ ജോയിൻ ചെയ്യുന്നത് നന്നായിരിക്കും. അവൾ പഠിച്ചതും ആ ഒരു ഏരിയ ആണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ആലോചിക്കണമെന്ന് സീരിയസ് ആയിട്ട് അയാൾ ജിയൂണിന്റെ അടുത്ത് പറയും. ഡെവലപ്മെന്റ് ടീം ഹെഡിന്റെ ഓഫറിനെ പറ്റി ജിയൂൺ ക്യാങ്ങിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇയാള് ഇഷ്ടപ്പെട്ട ജോലിയാണല്ലോ ഇപ്പൊ ചെയ്യുന്നത്, പിന്നെന്തിനാണ് അങ്ങനെ ഒരു ഓഫറിനെ പറ്റി ചിന്തിക്കുന്നതെന്ന് അവൻ തിരിച്ചു ചോദിക്കും. കാര്യങ്ങള് നമുക്ക് പ്രയാസമായിട്ട് വരുമ്പോൾ മറ്റുള്ള ഓപ്ഷൻസ് നോക്കുന്നത് നല്ലതല്ലേ എന്നാണ് അവൾ തിരിച്ചു ചോദിക്കുന്നത്. അവളും മാനേജർ കോയ്ക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. നോവ കൊടുത്തതിന് പുറകെ മറ്റുള്ളവർക്കും ധൈര്യം കിട്ടിയിട്ട് ഒരുപാട് പേര് വോയിസ് റെക്കോർഡിങ്സ് ഉൾപ്പെടെ അയാൾക്കെതിരെ വീണ്ടും കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറെ പേര് കൊടുത്തിട്ടുണ്ടെന്ന് അവള് ക്യാങ്ങിന്റെ അടുത്ത് ഷെയർ ചെയ്യും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയും. അവരുടെ പ്രൊഡക്ട്സിന്റെ എല്ലാം ലോഞ്ച് സക്സസ്ഫുൾ ആയിട്ട് നടക്കും. പിറ്റേ ദിവസം ക്യാങ്ങിന്റെ അച്ഛന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് അവൻ ലീവ് എടുക്കുവാണ്. അമ്മ മരിച്ചതിൽ പിന്നെ അച്ഛന്റെ ബർത്ത്ഡേ അവൻ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. അച്ഛൻ താമസം മാറിയതുകൊണ്ട് അച്ഛനെ കാണാനായിട്ട് പോവാണ്. അവൻ അത് ജിയൂണിന്റെ അടുത്ത് പറയും. അവളുടെ ലൈഫിൽ എന്ത് ഡിസിഷൻ എടുത്താലും അത് അവളുടെ ലൈഫ് ഈസിയർ ആക്കുന്ന രീതിക്കായിരിക്കണം എന്ന് അവൻ അവളെ കൊണ്ട് പ്രോമിസ് ചെയ്യിക്കുകയും ചെയ്യും. റാൻഡമായിട്ടല്ല, അവൻ മനസ്സിൽ എന്തോ ആലോചിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ജിയൂണിന് മനസ്സിലാകുന്നുണ്ടെങ്കിലും അവൾ എന്താണെന്ന് ചോദിക്കുന്നില്ല. സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ നമുക്കൊരു ട്രിപ്പ് പോയാലോ എന്ന് ജെയിൻ നോയടുത്ത് ചോദിക്കുമ്പോൾ പിന്നീടേക്ക് അത് മാറ്റി വെക്കുവാണെങ്കിൽ നടന്നില്ലെങ്കിലോ ഇപ്പൊ തന്നെ പോയേക്കാം എന്നാണ് അവൾ പറയുന്നത്. ഇങ്ങനെ എന്താ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടേ. ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്, കമ്പനിയിൽ നിന്ന് വിടുന്നതാണ്, 2 വർഷത്തിന് ശേഷമേ വരത്തുള്ളൂ എന്ന് അവൾ പറയും. പോകാൻ പറ്റത്തില്ല എന്ന് പറയാമോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാനായിട്ട് അപ്ലൈ ചെയ്തതാണെന്നാണ് അവൾ പറയുന്നത്. നമ്മൾ ഡേറ്റ് ചെയ്ത് തുടങ്ങിയതല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് അവൻ ചോദിക്കുന്നുണ്ടേ. ഇയാളായതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ധൈര്യം കിട്ടിയത്. ആദ്യമായിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യം അക്നോളജ് ചെയ്യപ്പെട്ടു, എനിക്ക് റെക്കഗ്നേഷൻ കിട്ടി, അപ്പൊ ഞാൻ ഗ്രീഡി ആയെന്ന് തോന്നുന്നു. ഞാൻ ജർമ്മനിക്ക് പോവുകയാണെങ്കിൽ എൻ്റെ കരിയർ മൊത്തത്തിൽ അത് ചേഞ്ച് വരുത്തും, എനിക്ക് കൂടുതൽ ഉയരങ്ങളിൽ എത്താനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്, എന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്ന് അവൾ ചോദിക്കും. നമ്മൾ ബ്രേക്കപ്പ് ആവണം എന്നാണ് ഇയാൾ പറയുന്നതെന്ന് ജെയിൻ ചോദിക്കുമ്പോൾ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവൾ പറയും. ഇയാൾക്ക് എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചെയ്തു, പക്ഷെ എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ജെയിൻ അവിടുന്ന് തിരിഞ്ഞു നടക്കും. എനിക്ക് ഇയാളെ നഷ്ടപ്പെടാൻ പറ്റത്തില്ല, ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം എന്നൊക്കെ നോവ അവനോട് പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ അവിടുന്ന് പോകും. നടന്ന കാര്യങ്ങളൊക്കെ ജിയൂണിന്റെ അടുത്ത് നോവ പറയും. സ്വാഭാവികമായും ആദ്യം അത് കേൾക്കുമ്പോൾ ആർക്കായാലും ദേഷ്യം തോന്നും. അവൻ ആലോചിക്കാൻ കുറച്ച് സമയം കൊടുക്കാനായിട്ട് ജിയൂൺ നോവ അടുത്ത് പറയും. ജെയിന്റെ മെസ്സേജോ കോളോ എന്തെങ്കിലും വരുമോ എന്ന് വെയിറ്റ് ചെയ്യുകയാണ് നോവ. അവനാണെങ്കിൽ അനങ്ങുന്നില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാം, കുറച്ചും കൂടി നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതായിരുന്നു എന്ന് നോവ സങ്കടത്തോടെ പറയും. സീവുന്റെ ഫ്രണ്ടിന്റെ കഫേയിലേക്കാണ് ജിയൂണും ചോയും കൂടി അന്ന് സംസാരിക്കാനായിട്ട് വരുന്നത്. കാര്യങ്ങളൊക്കെ ഇയാൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്ന് എനിക്കറിയാം, എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം, ഇപ്രാവശ്യം പ്രൊമോഷൻ കിട്ടിയില്ലെന്ന് വെച്ച് വിഷമിക്കേണ്ട, അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും കിട്ടും എന്നൊക്കെ
പറഞ്ഞിട്ട് ചോയ് ജിയൂണിനെ സമാധാനിപ്പിക്കും. സിമുവിന് വേണ്ടിയിട്ട് അച്ഛൻ മീലൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അവൻ പറയുന്നത് തന്നെയാണ് ബർത്ത്ഡേ ആണെന്ന് പോലും അച്ഛൻ ഓർക്കുന്നത്. അവൻ റിപ്പയർ ചെയ്ത ആ റേഡിയോ അച്ഛന് തിരിച്ചു കൊടുക്കും. അത് എത്രമാത്രം അച്ഛന് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് അവൻ അറിയായിരുന്നു. അത് അച്ഛന് വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. അച്ഛൻ അവിടെ സന്തോഷത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ക്യാങ്ങിന് മനസ്സിലാവും. പക്ഷെ അവൻ എന്തോ പ്രശ്നമുണ്ടെന്ന് അച്ഛന് സംശയം തോന്നും. എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രൊമോഷൻ ഒക്കെ കിട്ടും, എക്സിക്യൂട്ടീവ് ആവും, പക്ഷെ എൻ്റെ കൂടെയുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് അവൻ അച്ഛനോട് പറയും. എല്ലാ ആളുകളും പ്രശ്നങ്ങളെ ഡീൽ ചെയ്യുന്നത് പല പല രീതിക്കാണ്. നിന്റെ വഴി എന്താണെന്ന് നീ തന്നെ കണ്ടെത്തണമെന്ന് അച്ഛൻ പറയുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അവൻ മറുപടി കൊടുക്കുന്നത്. ബീച്ചിലൊക്കെ നടക്കാൻ പോയിട്ട് തിരിച്ചു വരുന്നുണ്ടെ അവൻ ആരെയോ ശ്രദ്ധിക്കുന്നത് അച്ഛൻ കാണും. ജിയൂൺ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ നിനക്ക് അറിയാമെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് അവൻ പറയും. ആ കുട്ടിക്ക് പോകുന്നതിന് മുമ്പ് ഫുഡ് കൊടുത്തു വിടണ്ടേ, ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടുന്ന് പോകും. 2-3 ദിവസങ്ങളോടുണ്ട് ക്യാങ് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവനെ എന്തോ കാര്യമായിട്ട് ട്രബിൾ ചെയ്യുന്നുണ്ടെന്ന് ജിയൂണിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവള് ഇങ്ങോട്ടേക്ക് വരുന്നത്. എന്താണ് കാര്യം എന്ന് ഇയാൾ ഷെയർ ചെയ്തിട്ടില്ല, പക്ഷെ ഇയാൾക്ക് എന്തോ വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ കൂടെ ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നിയെന്ന് ജിയൂൺ ക്യാങ്ങിന്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ജോലി ക്വിറ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുകയാണെന്ന് ക്യാങ് ജിയൂണിന്റെ അടുത്ത് പറയും.